നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അതുപോലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളിൽ നിന്ന് ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, വകുപ്പ് തല മേധാവികൾ, മറ്റു പ്രിയപ്പെട്ടവരെ, കേരള സർക്കാരിൻ്റെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പിൻ്റെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം ഒക്ടോബർ 2 മുതൽ 15 വരെ സംസ്ഥാനത്ത് വിവിധ പരിപാടികളുമായി സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് കാഞ്ഞങ്ങാട് ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. ഈ ഒരു മേളയോടനുബന്ധിച്ച് തന്നെ ഈ ഒരു പക്ഷാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ വകുപ്പുകൾക്ക് 3 മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം നടപ്പിൽ വരുത്തുന്നത്. 5000 പേർക്ക് ഡിസംബർ 31 ആവുമ്പോഴത്തേക്കും തൊഴിൽ നൽകുക, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുക, മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള വിവിധ പദ്ധതികളോടെ, അതുപോലെ തന്നെ ABCD നമുക്കറിയാം, എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കി വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള ആധികാരിക രേഖകൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനം അതെല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെയൊക്കെ പൂർത്തീകരണ പ്രഖ്യാപനം അടക്കം ഈ ഒരു സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുകയാണ്.